ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മുടെ ഈ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലാസ്ക് നമ്മൾ എത്ര തന്നെ വൃത്തിയുണ്ടായിരുന്നാലും അതിൻ്റെ അകമൊക്കെ ഒരു സ്മെല്ല് വരാറുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കട്ടൻ ചായ വീത്തി വയ്ക്കുമ്പോഴും പാല് വീത്തി വയ്ക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ല് വരാറുണ്ട്. അത് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു കിടിലൻ സൂത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ അലുമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചൊന്ന് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പം നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 2-3 കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ്, നമുക്ക് ഏറ്റവും നല്ലത് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പില്ലെങ്കിൽ നമുക്ക് പൊടിയുപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കൽ, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മൂടി ഒന്ന് അടച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള അഴുക്കും പോവും. ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ നല്ലതുപോലെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എത്ര സ്മെല്ലുള്ള ഫ്ലാസ്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ വൃത്തിയാകുകയും ചെയ്യും. ആ ഒരു സ്മെല്ലങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഫ്ലാസ്ക് ഉപയോഗിക്കുന്ന അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ഇതിൻ്റെ അകം കാണുമ്പോൾ തന്നെ ആ അഴുക്കെല്ലാം ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടല്ലോ. നമ്മുടെ മഴക്കാലത്ത് അതുമാത്രമല്ല, ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ നല്ല സീസണാണല്ലോ. അപ്പോൾ നിറയെ ഈച്ചയും കുറ്റി ഈച്ചയും അതുപോലെ തന്നെ വലിയ ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു 25 ഗ്രാമ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക്, ഇത് ചതച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലാതെ ഈ മുഴുവനോടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പു ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്രാമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫും കൂടി ഇടാം. നമ്മൾ വയണ ഇലയെന്ന് പറയും കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇലയാണ്. അതൊരു ചെറിയ ഇല ഞാൻ ഇതിലേക്ക് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലതുപോലെ ആ ഒരു കളറൊക്കെ ഊറി ആ വെള്ളത്തിൽ വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ തന്നെ അതിൻ്റെ കളറെല്ലാം ഊറി വരുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് കിട്ടിയില്ല. അപ്പോൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ നല്ലതുപോലെ അതിൻ്റെ സത്തൊക്കെ ഊറി ആ വെള്ളത്തിൽ വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്കിതിനെ ഇറക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഈച്ചയെ തുരത്ത ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ. ഗ്രാമ്പു നമ്മൾ ഈ ഒട്ടും തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ആ കളറൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ആ വെള്ളത്തിൽ. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേറെ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാറുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ 1 നാരങ്ങയുടെ ജ്യൂസ് എടുക്കുകയാണ്. നമുക്ക് കേടായ നാരങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1 നാരങ്ങ അതിൻ്റെ ജ്യൂസ് ഒന്ന് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് വെള്ളത്തിൽ തറയൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈച്ചയുടെയും പ്രാണിയുടെയൊക്കെ ശല്യം വരില്ല കേട്ടോ. ഇനി ഞാൻ ഇത് ചൂടാറിയ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് അരിച്ച് ആ കൊത്തെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. കാരണം നമ്മൾ സ്പ്രേ ബോട്ടിൽ അടിക്കുമ്പോൾ നമുക്കതിൽ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധാരണ കുപ്പിയിലാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ചൂടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. നമുക്ക് സാധാരണ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പിലൊന്ന് 2 ഹോളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് അതെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി
ഇനി നമുക്കിതിനെ കിച്ചൺ ടേബിളിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇടണം. അങ്ങനെ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല. മഴക്കാലമായാലും മാങ്ങാക്കാലമായാലും അതുപോലെ ഒട്ടും തന്നെ നമുക്ക് ഈച്ചയുടെ ശല്യം വീട്ടിലുണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരിക്കൽ മാത്രം ചെയ്താൽ പോരെ, നമ്മുടെ പാചകമൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഇതൊന്നും വരില്ല. നമ്മൾ ഇതുപോലെ സ്ഥിരമായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലെയൊക്കെ കത്രികയൊക്കെ നമ്മൾ വെട്ടാൻ ഉപയോഗിക്കുമ്പോൾ ഒട്ടും തന്നെ മൂർച്ചയില്ലാതാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ പേപ്പർ നല്ല കട്ടിക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കത്രികയ്ക്കൊക്കെ മൂർച്ച കിട്ടും കേട്ടോ. നല്ല കട്ടിക്കാക്കിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്രികയൊക്കെ നല്ലതുപോലെ മൂർച്ചയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കത്തിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ മൂർച്ച കാണില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കത്തിയൊക്കെ വളരെ എളുപ്പത്തിൽ മൂർച്ച കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ മൺപാത്രത്തിലുള്ള ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പൊന്നിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഉപ്പ് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഈ ഒരു പിച്ചാത്തി ഒന്ന് മൂർച്ച കൂട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ. ആ ഒരു ഉപ്പും അതുപോലെ തന്നെ ആ ഒരു സെറാമിക് കപ്പൊക്കെ അതിൽ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പിച്ചാത്തിയൊക്കെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, ചെറിയ കത്തി അതുപോലെ തന്നെ കത്രിക ഇതൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നല്ലതുപോലെ മൂർച്ച കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ കത്തി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്നൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചെറിയ കത്തിയൊക്കെ പെട്ടെന്ന് മൂർച്ച പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കത്തിയുടെ മൂർച്ചയൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമുക്ക് കിച്ചൺ എളുപ്പത്തിൽ ജോലികൾ തീർക്കാൻ പറ്റിയ നല്ല ടിപ്സുകളാണ്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കടലയൊക്കെ തലേ ദിവസം വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വേവിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കടല കുതിർത്ത് കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ പാത്രത്തിൽ നമ്മൾ കടല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ ഒന്ന് നമ്മൾ ഇതിനെ മൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കടലയൊക്കെ കുതിർത്തെടുക്കാൻ പറ്റും. നമ്മൾ തലേദിവസം ഇട്ടില്ല എന്നും പറഞ്ഞ് ഒട്ടും തന്നെ വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.